ശരീരം നേരത്തെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഞങ്ങൾ പറഞ്ഞു അങ്ങനെ. പിന്നെ ഇപ്പൊ ശരീരം വന്നപ്പം ആടായില്ലേ? ഞങ്ങൾ പറഞ്ഞു അങ്ങനെ. വചനം ജഡമായെന്ന് ഞങ്ങൾ പറഞ്ഞു. വചനം നേരത്തെ ആ ഉള്ളതാണോ? വചനം ജഡമാകുമ്പോ ഒരു ജഡം വന്നില്ല. ജഡം വചനം വീണ്ടും നേരത്തെ ആടായില്ലേ? ഉള്ളതാണോ? ഏഹ് വചനം നേരത്തെ ഉള്ളതാണോ? അതോ വചനം പുതിയതായിട്ട് വന്നതാണോ? മുമ്പിലുള്ള ജഡം ആയപ്പോ ജഡം മുന്നേ വചനം ഉണ്ടോ? ജഡമായി മാറുക. പുതിയതായിട്ടൊരു സാധനം വരുമല്ല ഇത്. വചനം അല്ല ജഡമായി മാറിയില്ല മാറുക. സഹോദരൻ, വചനം മാറിയപ്പോ ജഡമായപ്പോ അത് ജഡം ആടായില്ലേ? പുതിയതായില്ലേ? എന്ത് ലോല അത് ബഹളം ജഡം വെക്കാതെ ആടായില്ലേ? ചെറുമേൽ പറയട്ടെ. ലോല ഞാൻ പറഞ്ഞോല ജഡമായി ആ മാറിയപ്പം പുതിയതല്ലേ ഇത് ജഡം? അല്ല, അത് പിന്നെ വചനമാണ്. വചനം എന്ന് നിങ്ങൾക്കാ പറഞ്ഞ പുതിയത്. നിങ്ങൾക്ക് വചനമല്ലേ? അറിയാം. നിങ്ങൾക്ക് സൃഷ്ടിയിൽ നിന്ന് എടുത്ത സാധനമാ പുതിയത്. അതുകൊണ്ട് അയ്യോ, ഞങ്ങൾക്ക് മാറ്റമില്ല. ഞങ്ങളുടെ പുറത്തോട്ട് പറയാണ് വചനം ഞങ്ങളുടെ ജഡമായി പുതിയത്. വചനം മാറി നിങ്ങൾക്കാ പുതിയത്. ജഡമാകുമല്ല. എന്റെ വചനം ചെറുമേൽ മാറി ആത്മാർത്ഥമായിട്ടൊന്ന് ജഡമായാല് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞേ. എന്റെ ഞങ്ങൾക്കാണ് ജിജിബാദറെ പുതിയത്, വചനം നിങ്ങൾക്കാണ് മാറി പുതിയത്. ജഡമായാല് നിങ്ങൾ എല്ലാവരും ഇടയ്ക്ക് കയറാതെ. എല്ലാവരും ഇടയ്ക്ക് കയറാതെ. വചനം ചെറുമേൽ മാറി ആത്മാർത്ഥമായിട്ട് ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞേ പറഞ്ഞേ. വചനം മാറി ജഡമായാല് എന്റെ ചെറുമേലെ വചനത്തിന് ഒന്ന് മാറ്റം ചിന്തിച്ചേ. വരും. വചനം അതുകൊണ്ടാണ് ജഡമായി ഞങ്ങൾ മാറുമ്പോ പറയുന്നത് പുതിയത് വരുവോ? ഒരു വചനം സൃഷ്ടിയിൽ നിന്ന് എടുക്കുമ്പോഴാണ് പുതിയത് വരുന്നത്. ഏതാ പുതിയത് വരുന്നത്? ഏതാ? വചനം ജഡമാകുമ്പോഴാണ് പുതിയത് വരുന്നത്, അതോ ഒരു സൃഷ്ടിയിൽ നിന്ന് ശരീരം സ്വീകരിക്കുമ്പോഴാണ് പുതിയത് വരുന്നത്? അത് പിന്നെ ശരീരം സൃഷ്ടിയാണ്. സൃഷ്ടിയിൽ നിന്ന് ശരീരം സ്വീകരിക്കുമല്ലേ? ആ മാതാവിൽ നിന്ന്. മാതാവ് ശരീരം സൃഷ്ടിയല്ലേ? ദൈവത്തിന് പുത്രന് നേരത്തെ ശരീരം ഇല്ലല്ലോ, ഉണ്ടോ? മാതാവ് സൃഷ്ടിയല്ലേ? അതെ. ആ സൃഷ്ടിയിൽ നിന്ന് ശരീരം സ്വീകരിക്കുമ്പോഴാണ് പുതിയത് വരുന്നത്, അതോ വചനം മാതാവിന് ജഡമാകുമ്പോഴാണ് പുതിയത് ശരീരം വരുന്നത്? സ്വീകരിച്ച നിങ്ങളുടെ ദൈവത്തിന് ശരീരം നേരത്തെ ഉണ്ടോ? അതൊന്നും ചോദ്യം. ഈ ചോദ്യത്തിന് അതാ ഉത്തരം പറയേ. ചോദ്യം. അതാ ചോദ്യം. അതൊക്കെ ചോദ്യത്തിന് ചോദ്യം. ഉത്തരം പറയേ. ചോദ്യമല്ലേ? ഞങ്ങളുടെ ശരീരം നേരത്തെ ഇല്ല, വചനം ആ ജഡമായി. പിന്നെ ശരീരം നേരത്തെ ഇല്ലെങ്കിൽ പിന്നെ ശരീരം എവിടുന്ന് ഇല്ല, വന്ന് സൃഷ്ടിയല്ലേ? വചനമാണ് ജഡമായത്. വചനത്തിന് മാറ്റം സൃഷ്ടിയിൽ വന്നു. ഇതല്ല നിന്ന് പുതിയൊരു ചോദ്യം. കണ്ടന്റ് എടുക്കുവല്ല വചനം ചെയ്തേ. മാറ്റം വചനം വന്നു. ജഡമായെന്ന് പറഞ്ഞാൽ എന്തോ സഹോദര, വചനത്തിന് മാറ്റം ആ വന്നോ? വചനം ജഡമായെന്നേ. ദൈവത്തിന് അപ്പം പറ്റത്തില്ലെന്നാണ് ദൈവത്തിന് ചെറുമേൽ മാറ്റം പറയുന്നത്. വന്നില്ലേ? അപ്പൊ ആ ട്രിനിറ്റിയിൽ ശരീരം വരുന്ന എവിടുന്ന് വന്നു? പുത്രന് മാറ്റം വന്നില്ലേ? ഇല്ല, മാറ്റം അതെന്താ വന്നില്ല. മാറ്റം വചനം വരാൻ? നേരത്തെ ഉള്ളതാണ്. വചനം വചനം ജഡമായില്ലേ? നേരത്തെ ഉള്ളതാണ്. വചനം പുതിയതായിട്ടൊന്നും നേരത്തെ ഒന്നും ജഡം ആടായിട്ടില്ല. നേരത്തെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ജഡം 3 നേരത്തെ പേരുടെ ഉള്ളതാണ്. വാദപ്രകാരം, നിങ്ങൾ 4 പേരുടെ വാദപ്രകാരം ഇല്ല. മാതാവ് സൃഷ്ടിയിൽ നിന്ന് ഒരു കണ്ടന്റ് എടുത്തു. ജഡശരീരത്തിന് ശരീരം ജഡശരീരം നേരത്തെ ഉണ്ടോ? ഇല്ല. അപ്പൊ പുതിയതായിട്ട് വന്നില്ലേ ജഡശരീരം? അപ്പൊ ആടായില്ല. അപ്പൊ നിങ്ങളെ പിന്നെന്താ? സംബന്ധിച്ച് മാതാവിനെ എടുത്തപ്പോ ഏ? ആടായില്ലേ? അപ്പൊ ഈ ശരീരം പുതിയതായിട്ട് വന്നപ്പോ അതിനാ ആടായി. വചനത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ എന്താടായി? വന്നില്ല, ആടായില്ലേ? മാറ്റം ആ വന്നില്ലേ? ശരീരം ഏതാ? ദൈവത്തിന് മാറ്റം എന്താണ് വന്നില്ലേ? ആടായത്? പറയേ. ദൈവത്തിന് മാറ്റം നിങ്ങൾ വന്നില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ? പിന്നെ നിങ്ങള് വചനം ജഡമായില്ലേ? ഈ വചനം പ്രശ്നം ജഡമായില്ലേ? ആ എന്നറിഞ്ഞപ്പോ ജഡം എല്ലാരും ഏതാ? ഇടയ്ക്ക് കയറാതെ. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർ ചിന്തിച്ചിട്ട് ആൻസർ പറയേ. ജിജി ബദറെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അറിയാമോ? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലേക്ക് ഇപ്പം മാതാവിനടുത്ത ശരീരം വന്നോ ഇല്ലയോ? വന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ വന്നു. യേശു പറഞ്ഞു ക്രിസ്തു വന്നെന്ന് പറഞ്ഞു. യേശു വന്നു. ഓരോരുത്തർ ചിന്തിച്ചിട്ട് ആൻസർ പറയേ. ജിജി ബദറെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അറിയാമോ? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലേക്ക് ഇപ്പം മാതാവിനടുത്ത ശരീരം വന്നോ ഇല്ലയോ? വന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ വന്നു. പറഞ്ഞു വന്നെന്ന് പറഞ്ഞു. യേശു വന്നു. ക്രിസ്തു വന്നു. ദൈവത്വം അത്രേ ഉള്ള മനുഷ്യത്വം കാര്യം. ഉണ്ട്. ഇതാണ് പ്രശ്നം. മനുഷ്യത്വം ഇപ്പം മാതാവിനടുത്ത ശരീരം വന്നോ ഇല്ലയോ? വന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് വന്നു. പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം, പുത്രനിൽ ഇതുവരെ ഇല്ലാത്തൊരു സാധനം സൃഷ്ടിയിൽ നിന്ന് എടുത്ത് ഇപ്പൊ പുത്രൻ സ്വീകരിച്ചു. ചെറുമേൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഇപ്പൊ ഇപ്പൊ ട്രിനിറ്റിയിൽ മാതാവിന്റെ ശരീരവും വന്നു. ഞാൻ ഇതേ സാധനം ഇപ്പൊ നിങ്ങളുടെ ട്രിനിറ്റിയിൽ അങ്ങോട്ട് ഇപ്പൊ മാതാവിന്റെ ശരീരം കൂടെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, നിങ്ങളുടെ ശരീരം ഇപ്പൊ നേരത്തെ ഉണ്ടോ ഇല്ല. ദൈവത്തിന്? എന്തിനാ പിന്നെ ചോദിക്കുന്നേ? വെറും എവിടുന്ന് വന്നു? വിഡ്ഢിച്ചോദ്യം ചോദിക്കാതെ. വചനം എവിടുന്ന് വന്നു? ജഡമായെന്ന് പറയുമ്പോ നേരത്തെ ഉണ്ടായിരുന്നോ? അല്ല, വചനം ജഡം വചനം നേരത്തെ ഉണ്ടെന്നേ. വചനം പറയുന്ന ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തിന്, വചനം ദൈവമായിരുന്നു. അത് വചനം പറയുന്ന, ഞങ്ങൾ പറയുന്നതല്ല. ഈ വചനം ജഡമായി ട്രാൻസ്ഫോം ആയെന്നാണോ? എന്താണ്? നമുക്ക് മാതാവിന്റെ അടുത്ത് വിശ്വസിക്കാം, വചനം ജഡമായെന്ന് വിശ്വസിക്കാൻ മേല അല്ലെ? ബൈബിൾ വചനം പറയുന്നത് ജഡമായെന്ന് വിശ്വസിക്കാൻ പറഞ്ഞാൽ മേല. എന്താന്ന് പറ. വചനം ജഡമായെന്ന് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ മേല. മാതാവിന്റെ അടുത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാം. വചനം പറയാത്ത കാര്യം. ലോഗോസ് ഇല്ല. ലോഗോസ് ഒരു ശരീരമായിട്ട് മാറി. എന്തൊരു കഷ്ട ജറമല്ലേ. വചനം ജഡമായെന്ന് ബൈബിളാ പറയുന്നേ. വിശുദ്ധ ബൈബിള്, പരിശുദ്ധാത്മാവിൽ എഴുതിയ വിശുദ്ധ ബൈബിള് പറയാണ് വചനം ജഡമായി. അത് വിശ്വസിക്കാൻ മേല. പറയാത്ത അണ്ടമെടുത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ല, ഇതിന്റെ പറയാത്ത ശരീരം എടുത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ലോഗോസിന് മാറ്റം വന്നെന്നാണോ? ലോഗോസിന് ഒരു മാറ്റം വന്നില്ല. വചനം ജഡമായി മാറി തിരിച്ചു. മനുഷ്യത്വം ദൈവത്വം ഉണ്ട്. ഇപ്പോഴും നമ്മളെ പോലെ അസ്ഥി മാംസവും രക്തമെല്ലാം ഉണ്ടോ? അപ്പൊ ആടായില്ലേ? സ്വർഗീയ ശരീരമുണ്ട്. സ്വർഗീയ ശരീരം നമ്മളെ പോലെ എന്ന് പറഞ്ഞ പറയേ. രക്തവും മാംസവും അസ്ഥി ഉണ്ടോ? ശരീരമാണ് സ്വർഗീയ ശരീരം. നമ്മളും അതേ ശരീരം നമ്മളെ പോലെ രക്തവും മാംസവും അസ്ഥി ഉണ്ടോ? മാതാവിലെടുത്ത സാധനങ്ങളെല്ലാം ഉണ്ടോ? രക്തവും മാംസം എനിക്കറിയാം. മാതാവിലെടുത്ത രക്തവും അസ്ഥിയും മാംസവും ഒക്കെ എവിടെ പോയി? വചനം ജഡമായത് എന്തിയേ? അതുകൂടെ പറഞ്ഞ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനം ജഡമായി അതെവിടെ പോയി? വചനം ജഡമായെന്ന് പറഞ്ഞാൽ വചനം ഇല്ലാതായി. വചനം ജഡമായെന്ന് പറയുമ്പോൾ വചനം മാറി. എന്തോ ഒരു മാറ്റം വന്നിട്ട് വചനം ഒരു മാറ്റം ഇല്ലാതായി. വചനം ജഡമായെന്ന് പറയുമ്പോൾ വചനം മാറി.
എന്തോ ഒരു മാറ്റം വന്നിട്ട് വചനം ഒരു മാറ്റം വന്നിട്ട് മാറിയോ? ഒരു ജഡമായിട്ട് ജഡമായി ഒരു മാറി. മാറ്റം അപ്പൊ മാതാവിൽ നിന്നും ജഡം എടുത്തു. അപ്പൊ രണ്ട് ജഡം വന്നു. പഠിക്കുന്നത്. രണ്ട് ജഡമായി. ഇപ്പൊ കറക്റ്റായി. അന്ന് അല്ലെന്നാ പറയുന്നത്. നിങ്ങൾ ഇടയ്ക്ക് വരാതെ. എന്റെ പൊന്ന്, വചനം ജഡമായെന്ന് പറയുമ്പോ വചനം ഒരു ജഡമായി മാറ്റം വന്നു എന്നല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ട് ജഡം കൂട്ട് കറക്റ്റ് അല്ലേ? എന്റെ സഹോദരൻ എങ്ങനെ അല്ലാതാകുന്നത്? അപ്പൊ മാതാവിൽ നിന്ന് ജഡം എന്ത് ചെയ്യും? മാതാവിൽ നിന്നാ ജഡം എടുക്കുന്നത്. അപ്പൊ ഈ ജഡം വചനം ജഡമായി വചനം ഒരു ജഡമായെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ജഡം വേണോ? വചനം ലോഗോസിന് ഒരു എന്റെ ചിറമേല എന്തിനാ ഇങ്ങനെ പറയുന്നേ? വചനം ഒരു ജഡമായെന്ന് ചിറമേല് പറഞ്ഞിട്ട് ചിരിക്കുന്ന എന്തിനാ? പിന്നെന്തിനാ വചനം ഒരു ജഡമായെന്ന് ചിറമേലിന്റെ മനസ്സിലായി. ഇത് മൊത്തം കുളമായെന്ന്. ചിരിക്കരുത്. സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ചിരിക്കരുത്. വചനം ഒരു ജഡമായെന്ന് ചിറമേല് സത്യസന്ധമായിട്ട് പറയാം. വചനം ഒരു ജഡമായെന്ന് ചിറമേല് ഇപ്പൊ പറഞ്ഞില്ലേ? ഇല്ല, വചനം ഒരു ജഡമായെന്ന് പറഞ്ഞില്ലേ? വചനം ഒരു ജഡമായെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ലേ? എന്തോ ദൈവമേ, ഈ റൂമിന്റെ റിപ്ലൈ കേട്ട് നോക്കിയത് പറഞ്ഞാൽ ഇതാ ഞാൻ പറയുന്നത്. നിങ്ങൾ മുഴുവൻ ഈ റൂമിന്റെ റിപ്ലൈ ഒന്ന് കേട്ട് നോക്കിയത് കഴിയുമ്പോഴേ ഇത് എന്റെ പൊന്ന് സഹോദര, എന്തിനാണ് ഞാൻ ഒരു ഹായ് നിങ്ങൾ ഇപ്പൊ നിർത്തിക്കോ. ഇത് കേൾക്കുവാണെ ചിറമേല വാ നിർത്തും. ഇപ്പൊ റൂം ഓഫ് ചെയ്തിട്ട് പെൻസ് റിപ്ലൈ കേക്ക്. വചനം ജഡമാ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലെന്നല്ല പറഞ്ഞേ. ഉറച്ചിരിക്കുന്നുണ്ടോ അതിനകത്ത്? പറഞ്ഞോ ഇല്ലയോ? ഒന്നുകൂടെ ചോദിക്കും. വചനം ഒരു ജഡമായെന്ന് പറഞ്ഞോ ഇല്ലയോ? കേക്ക്. വചനം ജഡമായെന്ന് പറഞ്ഞാൽ വചനം ഒരു ജഡമായിട്ട് വചനത്തിന് മാറ്റം വന്നു എന്നല്ല. വചനം ഒരു ശരീരം എടുക്കുന്നു. വചനം ഒരു ശരീരം എടുക്കുന്നു. വചനം ഒരു ശരീരം എടുക്കുന്നു. അത് തന്നെ ഞങ്ങളും പറയുന്നത്. വചനം മാതാവിൽ ശരീരം എടുത്തോ? വചനം രണ്ട് ശരീരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? രണ്ട് ജഡം എന്തിനാന്നുള്ള ഉത്തരം എല്ലാം കയ്യിൽ നിന്ന് പോയി. നിർത്തിക്കോ, ഈ പരിപാടി നിർത്തിക്കോ. വചനം ജഡമായി. പിന്നെ മറിയിൽ നിന്ന് എടുത്ത ഒരു ജഡം. നിങ്ങൾക്ക് രണ്ട് ജഡം ഉണ്ട്. പറ്റത്തില്ല. ഈ പരിപാടി നിർത്തി വേറെ വല്ല ജോലി നോക്കിപ്പോ. സ്ത്രീയുടെ ശരീരത്തിൽ 9 മാസം എന്തിനാ? രണ്ട് യേശു ഉണ്ടോ? സ്ത്രീയുടെ ശരീരത്തിൽ രണ്ട് ജഡം കൊണ്ട് നടക്കുന്ന രണ്ട് യേശു ഉണ്ടോ? ശബ്ദം കുറവ്. വചനം ഒരു ശരീരം എടുക്കുന്നു. വചനം ഒരു ശരീരം എടുക്കുന്നു. അത് തന്നെ ഞങ്ങളും പറയുന്നത്. വചനം മാതാവിൽ ശരീരം എടുത്തോ? വചനം രണ്ട് ശരീരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ലോഗോസ് ഒരു ശരീരം എടുക്കുന്നു. അല്ലാതെ ലോഗോസ് ഒരു ശരീരം, ലോഗോസ് എന്ന വ്യക്തി, പുത്രൻ ഒരു ശരീരം എടുക്കുന്നു. അതാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ.